ورحمة الله وبركاته. الحمد لله الذي فضل أوقات رمضان على غيره من الأزمان، وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ കാരണന്മാരെ, സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റമദാൻ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തന്നതാണ്. ഒരുപക്ഷെ റമദാൻ നമ്മളിൽ നിന്ന് യാത്ര പറയാൻ മണിക്കൂറുകളെന്ന് പോലും ഇല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാം, വല്ലാഹു അലം. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഒരുങ്ങുക നാളേക്ക് വേണ്ടി. നമ്മൾ ആലോചിച്ച് നോക്കി, നാളേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള വലിയൊരു സുവർണാവസരമാണ് നമ്മൾ ഇന്ന് യാത്ര പറയുന്നത്. ഒന്നൊരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാവണം. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ പരലോക യാത്രയ്ക്ക് വേണ്ടി? നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വിചാരിക്കുന്നൊരു മൂഢമായൊരു ധാരണ ഒരുപാട് കാലം ഇനി എൻ്റെ മുമ്പിലുണ്ടെന്നാണ്. ഇനി എനിക്ക് പ്രവർത്തിക്കാനും അധ്വാനിക്കാനും ഒരുപാട് സമയമുണ്ടെന്നൊരു ധാരണയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സത്യത്തിൽ ജീവിതത്തിൻ്റെ കഴിച്ചു തീർത്തതാണ് ഏറ്റവും കൂടുതൽ. ജീവിക്കാനുള്ളത് ഇനി വളരെ കുറച്ചാണ്. ആയുസ്സിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, കൂടുതൽ സമയം നമ്മൾ ജീവിച്ചു തീർത്തിരിക്കുന്നു. ഇനി ജീവിക്കാനുള്ളത് വളരെ കുറച്ചു മാത്രമാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേ ഒരാൾ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, വയസ്സെത്രയായി? അപ്പം അദ്ദേഹം പറഞ്ഞു 60 വയസ്സായി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ യാത്ര തുടങ്ങിയിട്ട് 60 വർഷമായല്ലേ, ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പം മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി
വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന് പിന്നീട് അവിടെ നിന്ന് എന്താണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു മനോഹരമായ ഒരു രംഗമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്നാണ്. അതാണ് ആയുസ് എന്നല്ല, ശരാശരി അങ്ങനെയാണ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്കറിയാം ആയുസിൻ്റെ പകുതിയിലധികവും അതല്ലെങ്കിൽ എത്ര നമ്മൾ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അമലുകളിലേക്ക് നമ്മളൊന്ന് നോക്കുക. ഞാൻ എന്ത് നേടി ഇതുവരെയുള്ള ആയുസ് കൊണ്ട്? എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ ഒഴിവ് സമയം, എൻ്റെ സമ്പാദ്യങ്ങളുടെ വരവിൻ്റെ രീതി, അത് ചെലവാക്കിയ അവസ്ഥകൾ, ഇതൊക്കെ അല്ലാഹു തആല എന്നോട് ചോദിക്കുമ്പോൾ ഈ ആയുസ്സിൽ എൻ്റെ അവസ്ഥ എന്താണെന്നൊരു പുനഃപരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നമുക്കറിയില്ല, അതൊക്കെ ആയുസ്സിൻ്റെ ശരാശരിയൊക്കെ പറഞ്ഞാലും നമുക്കറിയില്ലേ നമ്മൾ അടുത്ത നിമിഷം ഉണ്ടാവുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ലേ. അടുത്ത ഈ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ, മക്കളോട് പുതിയ വസ്ത്രങ്ങളെ വാങ്ങിക്കൊടുത്ത് ഈദിൻ്റെ മുസല്ലായിലേക്ക് യാത്ര തിരിക്കുന്നതിൻ്റെ ആവശ്യകതയും മനോഹാരിതയും ഒക്കെ മക്കളോട് പറഞ്ഞു കൊടുത്തു വരാം നമ്മൾ. പക്ഷെ അവരുടെ കൈപിടിച്ചുകൊണ്ട് ഈദിൻ്റെ മുസല്ലായിലേക്ക് നടന്നു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് പോലും നമ്മളെ കൊണ്ട് പറയാൻ കഴിയില്ല, അറിയാനും നമുക്ക് സാധ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഏത് സമയവും നനച്ചിരിക്കാതെ മരണം നമ്മളിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. ഓക്കെ, എത്രയോ ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ്. വക്കമ്മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തി, ഒരു രോഗമില്ലാതെ അവർ വിട പറഞ്ഞു പോയിട്ടുണ്ട്. വക്കമ്മിൻ സഖീമിൻ ആശ ഹീനം മിന ദഹർ, ഒരുപാട് രോഗികളായ ആളുകൾ അവരൊരുപാട് കാലം ഇങ്ങനെ ആ രോഗത്തിൽ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾ പോലും ഒരുപാട് സമയം ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ഇത് മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ അവസ്ഥയാണ്. മരണം എന്നുള്ളത് ആരെയും പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടോ പറഞ്ഞതല്ല. എന്തിനാ മരണം പറയണത്? ആരാ യഥാർത്ഥമായ ബുദ്ധിമാൻ എന്നറിയോ? ആ യഥാർത്ഥമായ ബുദ്ധിമാൻ മരണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന ആളല്ല. നേരെ മറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവനാണ് യഥാർത്ഥമായ ബുദ്ധിമാനായ മനുഷ്യനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, എനിക്ക് ഏത് സമയവും അള്ളാഹിൻ്റെ വിളിക്ക് ഉത്തരം നൽകാം, പക്ഷെ ആ സമയത്ത് കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ എന്ത് ഞാൻ ഇതുവരെ സ്വരൂപിച്ചു വെച്ചു എന്നുള്ളതാണ്. പരാജിതരായ മനുഷ്യരെ അവരൊക്കെ ആലോചിക്കുക വെച്ചാൽ ഇനി സമയമുണ്ടെന്ന് ആലോചിക്കും. അവസാനം മരണം വന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞു പറയുന്ന, കേണപേക്ഷിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 23 അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 99-100 ആയത്തിൽ അല്ലാഹു തആല പറയും, ചില ആളുകളുടെ റൂഹ് പിടിക്കാനായി കടന്നു വരുമ്പോൾ അവർ അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ അല്ലാ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഇതുവരെ ചെയ്യാത്ത വിട്ടേച്ചു പോയ അമലുകളൊക്കെ ചെയ്തോളാം അല്ലാ, ഒരല്പസമയം ഞങ്ങളൊന്ന് മടക്കി തരും, ഇതുവരെ ചെയ്യാതെ വിട്ടേച്ചു പോയ അമലുകളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 80 കൊല്ലം ജീവിച്ചാലും 90 കൊല്ലം ജീവിച്ചാലും 100 കൊല്ലം ജീവിച്ചാലും അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിലല്ല അവരുടെ ജീവിതമെങ്കിൽ മരണപ്പെടുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹിനോട് ചോദിക്കുന്നത് ഒരു വർഷത്തിന്റെ ആയുസ്സല്ല, ഒരു മാസമല്ല, ദിവസങ്ങളല്ല, ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് തരുമോ, ഞങ്ങൾ നന്നായിക്കോളാം. പക്ഷെ അള്ളാഹ് മലക്കുകളോട് പറയും, വേണ്ടട്ടോ, വേണ്ടട്ടോ, അവൻ വെറുതെ പറയുന്നൊരു വർത്തമാനം മാത്രമാണത്. അവന്റെ പിന്നിലുള്ളത് ബർസഖാണ്, മറയുടെ ജീവിതമാണ്, ഖബറിന്റെ ജീവിതമാണ്. അവനെ മടക്കിവിടണ്ട എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്നാണ്. ഇത്രയും സമയം അല്ലാഹ് നമുക്ക് തന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും ചെയ്തില്ലെങ്കിൽ മരിക്കുന്ന നേരത്ത് അവിടെ നമുക്ക് ബോധ്യപ്പെടും, നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് ബോധ്യപ്പെടും. ആ സമയത്ത് അള്ളാഹിനോട് കരഞ്ഞു പറയാം. പക്ഷെ ആ വിലാപങ്ങളെ കൊണ്ട് രക്ഷയില്ല. ഇവിടെ മാത്രമല്ല, ഖുർആനിലെ സൂറത്ത് മുനാഫിഖൂനിലും അല്ലാഹു തആല ഈ വിഷയം ആവർത്തിക്കുന്നുണ്ട്. നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള സമയം ഇതാണ്. ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്നല്ലല്ലോ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉമറേ, എൻ്റെ ഉമ്മാക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല, എൻ്റെ പെൺകുട്ടികൾക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല,
അതുകൊണ്ട് കുറച്ച് വസ്ത്രം തന്നുകൊണ്ട് സഹായിക്കണമെന്ന എൻ്റെ ഉമ്മാക്കും പെൺമക്കുള്ള വസ്ത്രം തരണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ തമാശക്ക് പറയാൻ, നിനക്ക് ഞാൻ വസ്ത്രം തരുന്നില്ലെങ്കിലോ, ഞാൻ നിനക്ക് വസ്ത്രം തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ, അഖ്സംതു ബില്ലാഹി ലതഫഅലന്ന ഇദൻ നബാഹ ഫസില്ല അദ്ഹാബന്ന. നിന്റെ കയ്യിലെ വസ്ത്രം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് തരാതിരിക്കുന്നതെങ്കിൽ അല്ലാഹു സത്യം അബൂ ഹഫ്സായ ഉമറേ, രണ്ടാമതൊന്ന് ചോദിക്കാൻ നിന്റെ മുമ്പിലൂടെ ഞങ്ങൾ നിൽക്കൂല, ഞങ്ങൾ തിരിച്ചു പോകുമെന്നാൽ ഒരു നാള് നിന്റെ മുമ്പിലൂടെ കടന്നു വരാനുണ്ട്. ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്നാ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അതല്ലെങ്കിൽ നരകത്തിലേക്ക് മടക്കപ്പെടുന്ന ദിവസമുണ്ടെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ എഴുന്നേറ്റിട്ട് പറയാൻ, നരകമാണെന്ന് നീ ഒരിക്കലും പറയരുത് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, അള്ളാഹു സ്വർഗം ഉണ്ട് എന്ന് വാഗ്ദാനം നൽകിയ സഹാബത്തിൽപ്പെട്ട കൊട്ടാരം പണിത് കാത്തിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പേടി ഏതോ നാളിൽ വരാനിരിക്കുന്നതെന്നല്ല. അപ്പൊ നമ്മളുടെ മനസ്സിലാ ഒരു ഭയം, നമ്മൾ കടന്നു വരണം, അതുകൊണ്ട് ഇനിയും സമയമുണ്ടെന്ന് ചിന്തിക്കാനില്ല. മരിക്കണ നേരത്തെ മനുഷ്യൻ വിലപിക്കും. എല്ലാം നിഷേധിച്ച് തള്ളുന്നവൻ അതൊന്നും അങ്ങനൊന്നും സംഭവിക്കില്ല. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി നിഷേധിക്കൽ മാത്രമല്ല, അഥവാ ഇനി പരലോകം ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും അതൊരു നിഷേധമാണ്. സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നിഷേധിച്ച് തള്ളുന്ന ആളുകളൊക്കെ നാളെ മൃഗങ്ങളെ അള്ളാഹു മണ്ണാക്കി കളയുന്ന സന്ദർഭങ്ങളിൽ വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും ഒരു മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ആളുകളെ കാണാൻ പറ്റുന്ന, ഞാനൊരു മണ്ണായിരുന്നെങ്കിലേ. തിന്മകൾ ചെയ്തു ദുനിയാവിലെ, അവസരങ്ങളുണ്ടായി, പക്ഷെ അവസാനം എന്ത് ചെയ്തു? തിന്മ ചെയ്ത ആളുകൾക്ക് ഇടത് കൈയിലൂടെ ഗ്രന്ഥം കൊടുക്കണ കാണുമ്പോ ആ മനുഷ്യൻ കരഞ്ഞിട്ട് പറയേണ്ട ഒരു വാക്കുണ്ട്, ലമൂത്ത കിതാബിയ, എനിക്കത് കിട്ടാതിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്നുണ്ട്. ആ വിലാപങ്ങളെ കൊണ്ട് കാര്യമില്ല. എന്താ, ഈ സമയം നമ്മളുടെ കയ്യിലാണ്, അടുത്ത സമയം അള്ളാന്റെ പക്കലാണ്. ജീവിതത്തിൽ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ വെള്ളിയാഴ്ച സുബഹിക്ക് നമ്മുടെ പാരായണം ചെയ്യുന്ന സൂറത്തു സജ്ദ 12, 13, 14 ആയത്തുകളിൽ അള്ളാഹു തആല പറയാൻ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമ്പോൾ ആ വിഷയം പറഞ്ഞിട്ട് അല്ല പറയാ, വലൗ തറാ ഇദിൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അവരുടെ തലകളെ അവര് കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലൂടെ കടന്നു വരികയാണ്. ദുനിയാവിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന പോലെയല്ല. അഹ്ലാലം ഫഹിയ ഇലല്ലദ ഖാനി ഫഹും മുഖ്മഹൂൻ. സൂറത്ത് യാസീനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അവരുടെ പിരടി മുതൽ ഞെരിയാണി വരെ ചങ്ങലകളാൽ ബന്ധിച്ചവരായി, തല പൊന്തിക്കാൻ കഴിയാതെ അവരെ വലിച്ചു കൊണ്ടുവരുമ്പോ അവർ പറയുന്ന വാക്കുണ്ട്, റബ്ബനാ അബ്സ്വർനാ വസമിഅനാ, അല്ലാഹുവേ ഞങ്ങളെ കണ്ടു അല്ലാ, സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങള് കണ്ടു അല്ലാ, കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരികൾ പാറുന്നത് കണ്ടു അല്ലാ, നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയതാണ്. വസമിഅനാ, അതിന്റെ ഇരമ്പലും മട്ടാസവും മലർച്ചയും ഞങ്ങൾ കേട്ടുപോയതാണ് റബ്ബേ. അതുകൊണ്ട് തന്നെ ഫർജിഅനാ, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ നഅമൽ സാലിഹാ, ഞങ്ങൾ നല്ലതുപോലെ അമൽ ചെയ്തോണാമല്ല, ഞങ്ങൾ നല്ലതുപോലെ പ്രവർത്തിച്ചോണാമല്ല എന്ന് റബ്ബിനോട് കെഞ്ചി പറയുന്ന സന്ദർഭങ്ങളില് അല്ല പറയുന്നുണ്ട്, നരകത്തെ നിറക്കുമെന്നുള്ളതിന്റെ വാഗ്ദത്തമാ. ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഫദൂഖൂ, ആകയാൽ നിങ്ങൾ ആസ്വദിക്കുക,
നിങ്ങൾ അനുഭവിക്കുക. ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലയോ? അള്ളാന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലയോ? അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ഇന്നാ നസീനാകും, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. നാം നിങ്ങളെ മറക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ ആസ്വദിക്കുക. നമ്മുടെ ദുനിയാവിൽ അള്ളാനെ മറന്നാൽ, അങ്ങോട്ട് മടങ്ങുമെന്നുള്ളതിനെ മറന്നാൽ, പരലോകത്തിനുള്ള തയ്യാറെടുപ്പിനെ മാറ്റിവെച്ചാൽ അള്ളാഹു നമ്മളെയും മറക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. മനുഷ്യൻ അവിടെയും ചോദിക്കുക, അള്ളാഹിനോടൊന്ന് മടക്കി ചേരോ? ഏതുവരെ എന്നറിയോ? നരകമെന്നുള്ളത് അടച്ചു മൂടപ്പെട്ടതാണ്. അതിൻ്റെ മുന്നിലേക്ക് മനുഷ്യരെ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് അല്ലാഹു തആല കൊണ്ടുവരും. അതിലേക്ക് ആളുകൾ എറിയപ്പെടാൻ അതിന്റെ കമാനങ്ങൾ തുറക്കും. കൊട്ടാരം കണക്ക് തീപ്പൊരികൾ പാറുന്ന നരകത്തിന്റെ മുന്നിൽ മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ, അടുത്ത സെക്കൻഡ് നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ, ഇനി തിരിച്ചു വരാൻ അവസരമില്ല എന്ന ബോധ്യം നമ്മളിൽ കടന്നു വരുമ്പോ, അപ്പോഴും അല്ലാഹുവോട് പറയും, റബ്ബേ ഒരല്പസമയം തരുമോ, ഒരല്പസമയം തരുമോ? പക്ഷെ അല്ലാഹു തആല മടക്കി തരില്ല. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു വാക്ക് കൂടെയുണ്ട്, വറഹ്മതി വലബത് അലബി, എന്റെ കാരുണ്യമാണ് എന്റെ കോപത്തിന് അതിജയിച്ചത് എന്നുള്ളതാണ്. അള്ളാന്റെ കാരുണ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേദഗ്രന്ഥം നമ്മളിലേക്ക് തന്നത്. അതുകൊണ്ടാണ് അതിനെ പഠിപ്പിക്കാൻ ഒരു ദൂതനെ നമുക്ക് നിയോഗിച്ചത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നേരത്തെ കാര്യങ്ങൾ നമ്മളിലേക്ക് പഠിപ്പിച്ചു തന്നത്. എന്നിട്ടും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരാൾ നരകത്തിലേക്കാണ് യാത്ര തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് അള്ളാഹിനോട് കെഞ്ചി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സമയം നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾ എന്ത് സ്വരൂപിക്കാൻ, എന്ത് ചെയ്യാൻ നമ്മൾ കരുതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാക്സിമം നമ്മൾ സ്വരൂപിച്ചു വെക്കുക. നമ്മളുടെ ചെറിയ മക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ പൈസ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ സ്വരൂപിച്ചു വെക്കും. ചില്ലറകളോ, പല നാട്ടിലും പലതാ പറയാം. അത് ഈ പാലക്കാട് ജില്ലയിൽ ഉണ്ടിപ്പാനിന്നോ അങ്ങനെന്തോ പറയും. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ അതിന് കാശ് കൊടുക്കാന്ന് പറയാം. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ അതിലിങ്ങനെ പൈസ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യത്തിന് വേണ്ടി സ്വരൂപിക്കുന്ന ഒരാളാണ്. അത് പൊട്ടിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഇതിൽ ഇത്ര രൂപ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാവശ്യത്തിന് അതിലെ പണം എണ്ണി നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ എമൗണ്ട് അതിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷമായിരിക്കും, അല്ലേ? നേരെ മറിച്ച് അതിലൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ്? നമുക്ക് സ്വരൂപിക്കാനുള്ളത് നമ്മളുടെ ഖബറാണ്. ആ ഖബറിലേക്ക് നമ്മൾ നിക്ഷേപിക്കണം. നമ്മളുടെ നമസ്കാരമായി, സക്കാത്തായി, നോമ്പായി, ഹജ്ജായി, അമലുസ്വാലിഹാത്തുകളായി, സ്വതക്കകളായി അമലുകൾ അതിലേക്ക് ഇങ്ങനെ നിക്ഷേപിക്കണം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഇരട്ടിപ്പിച്ച് നൽകും. നമ്മൾ ആ ബർസഖിലെത്തുന്ന സമയത്ത് അതിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കതിൽ സന്തോഷമായിരിക്കും. അതല്ല, മടിയനുണ്ടല്ലോ, തൗബ ചെയ്യണ്ടേ, പിന്നാവാം, അല്ലേ? അമല് ചെയ്യണ്ടേ, ഇനിയും സമയമുണ്ടല്ലോ. നിന്റെ ജീവിതം ഹറാമിലല്ലേ മുന്നോട്ട് പോണേ? അത് കുറച്ചു കാലം ഇങ്ങനെ പോയിട്ട് എൻ്റെ പ്രയാസങ്ങളൊക്കെ തീർന്ന് പിന്നെ ഞാൻ തൗബ ചെയ്ത് മടങ്ങി നന്നായി ജീവിക്കുന്ന കരുതുന്ന, ഇങ്ങനെ പിന്തിപ്പിക്കുന്ന ആളുകളോട് ഒരു കാര്യം തീർച്ചയാണ്, ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യാവസാനം, നല്ല മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നൽകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ നമ്മളിപ്പോൾ തീരുമാനിക്കണം. നമ്മൾ ആലോചിച്ചൊക്കെ, അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്ത് നമ്മളെ വിളിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന് വൈകുന്നേരമാണ് മലക്കുൽ മൗത്ത് നമ്മളുടെ റൂഹിനെ പിടിക്കുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? ഇതുവരെയുള്ള അമലുകളുടെ അവസ്ഥ എന്താണ്? ആയുസ്സിൽ ഒരു സുവർണാവസരം അള്ളാഹിന്റെ റമദാൻ തന്നിട്ട് അവസ്ഥകൾ എന്താണ്? നിരാശപ്പെടാനില്ല. ഇനി ഒരുപക്ഷെ മണിക്കൂറുകളായിരിക്കാം, ഒരുപക്ഷെ 1.5 മണിക്കൂറായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ദിവസം കൂടെ ആയിരിക്കാം. നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന 1.5 മണിക്കൂറിൽ. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഒരു സമയത്തിനുള്ളിൽ നിരാശപ്പെടാനില്ല. ഈ ഇരിക്കുന്ന സമയത്ത് പോലൊരു പശ്ചാത്തപിക്കുന്ന മനസ്സോടുകൂടെ പറയാൻ കാരണം എന്താണെന്നറിയോ? ചെറിയ സമയം മതി. നിങ്ങൾ നോക്കൊരു മനുഷ്യൻ യാത്രയിൽ വിദൂരതയിൽ നിന്ന് കടന്നു വന്ന് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്നുള്ള ലക്ഷ്യമാണ്. ആ മനുഷ്യൻ മദീനയിൽ കടന്നു വന്നു. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ ആരാന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നത്? എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനാണ്. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, ഞാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ പ്രവാചകനോട് ദീനിനെ പറ്റിയുള്ള നസീഹത്ത് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. അതിങ്ങനെ കേട്ടപ്പോൾ മനുഷ്യൻ പറയാണ്, ഇന്നി അഖറർതു,
ഞാനത് അംഗീകരിച്ചിരിക്കുന്നു നബിയേ, ഞാനത് ഉൾക്കൊണ്ടിരിക്കുന്നു റസൂലേ. ഷഹാദത്തും നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും എല്ലാം ഉൾക്കൊണ്ടവനാണ്. ആ സമയത്ത് നോക്കണേ നിങ്ങൾ, ആ ഒട്ടകത്തിന്റെ കാലൊന്ന് കുരുങ്ങിയിട്ട് ഒട്ടകവും ആ മനുഷ്യനും താഴെ വീണ് ആ മനുഷ്യന്റെ മുകളിലായി ഒട്ടകം വന്ന് പതിക്കുകയാണ്. ആ മനുഷ്യൻ അള്ളാന്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറയുമ്പോ അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അള്ളാഹു എനിക്ക് കാണിച്ചു തന്നത് എന്താണെന്നറിയോ? അള്ളാന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇവിടെ സന്നിഹിതരായി എന്നാണ്. ആ മനുഷ്യന് അവർ പഴങ്ങൾ നൽകി ഭക്ഷിപ്പിച്ചു എന്നുള്ളത് കാരണം ദീർഘദൂര യാത്രകളിലോട് വിശന്ന് വരഞ്ഞ അവസ്ഥയിലാ ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുന്ന സാഹചര്യം ഉണ്ടായതെങ്കിൽ അള്ളാന്റെ മലായിക്കത്തുകൾ ആ മനുഷ്യനെ ഭക്ഷിപ്പിച്ചുവെന്നാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചില്ല, ഒരു റുക്കൂ ചെയ്തില്ല, ഒരു സുജൂദ് ചെയ്യാൻ തൗഫീഖ് ഉണ്ടായില്ല. പക്ഷെ എന്താണ്, ആ ഒരു സെക്കൻഡ് മതി ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിരാശ നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പിച്ചു നിന്നോ. എന്നിട്ട് നമ്മളൊരു പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാവണം. ഇതുവരെ എന്താ നമ്മൾ ചെയ്തത്, അല്ലേ? ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? അവിടെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അതിൽ വീഴ്ചയുണ്ടോ നമ്മളുടെ കയ്യിൽ? തറാവീഹിലും നോമ്പിലും അതിൻ്റെ ഖിയാമിലും ഇഅ്തികാഫിലും ഈ ലൈലത്തുൽ ഖദറിൻ്റെ നമസ്കാരത്തിലും നമ്മളിൽ വീഴ്ച വന്നിട്ടുണ്ടോ നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ എൻ്റെ പാപങ്ങളുടെ അവസ്ഥ എന്താണ്, അതിനെ പൊരുത്തപ്പെടിക്കാൻ എനിക്കിതുവരെ സാധ്യമായിട്ടുണ്ടോ എന്നല്ലേ നമ്മളൊക്കെ ആലോചിക്കണം. എന്താണെന്നറിയോ? അടുത്ത റമദാൻ ഇൻഷാ അല്ലാഹ് നമ്മളിലുണ്ടാവുമല്ലോ. ഈ റമദാൻ ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് ചിന്തിക്കാൻ ആൾക്കാരുണ്ടാവും കുറച്ച്, അല്ലേ? ഇനി എന്തായാലും അടുത്ത റമദാൻ ഉണ്ടാവുമല്ലോ, അടുത്ത റമദാൻ വരും, അതിൽ സംശയം ഉണ്ടാവില്ല. റമദാൻ വന്നേക്കാം. കാരണം എന്തായാലും ഖിയാമത്ത് നാൾ സംഭവിക്കണമെങ്കിൽ ഇനി അതിൻ്റെ അലാമത്തുകളൊക്കെ നടക്കണം. റമദാൻ ഉണ്ടാവും, നമ്മളുണ്ടാവും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇനി നമ്മളുണ്ടായാൽ പോലും ആഫിയത്ത് ഉണ്ടാവുമെന്ന് പറയാൻ നമുക്കറിയില്ല. ഇനി നമ്മളുമുണ്ടായി ആഫിയത്തുണ്ടായി, പക്ഷെ ആരാധനകൾക്ക് സൗകര്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ നമുക്ക്? ഒരു കൊറോണ വൈറസിൻ്റെ കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അല്ലേ? ഒരു ഖുത്ബ പോലും നടക്കാതെ, ഒരു റക്അത്ത് പോലും അള്ളാൻ്റെ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ കഴിയാതെ നമ്മുടെ വീട്ടിൽ നമ്മളിരുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട്, ആ കൊറോണയുടെ റമദാനിൽ ഞാൻ ഓൾറെഡി സർവീസിലുള്ള ആളായതുകൊണ്ട് തന്നെ കൊറോണ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോണ സന്ദർഭങ്ങളിലൊക്കെ തൃശ്ശൂർ ടൗണും എൻ്റെ നാടിൻ്റെ അടുത്തുള്ള കുന്നകുളം ടൗണൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു ഈച്ചയോ പോലും ടൗണിലുണ്ടാവില്ല. വീട്ടിൽ പോണ വഴിയിൽ ഒരു വീട്ടിൽ പോലും സിറ്റ് ഔട്ടിലെ ലൈറ്റ് ഇടുക എന്ന് പറയും സാമാന്യ മനുഷ്യന്മാരൊക്കെ ചെയ്യുന്നത്, അതുപോലില്ല. ആളുകളൊക്കെ പേടിച്ച് വീട്ടിൽ അരണ്ടിരുന്നൊരു സമയം. ഇന്ന് ലോകത്ത് മുഴുവൻ വന്ന കൊറോണ വൈറസ് എടുത്താലും നമ്മളെ വിരലണിയുന്ന ഒരു മോതിരത്തിൻ്റെ വലിപ്പം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പടച്ചോനെന്ന് മതി നമ്മുടെ ആലോചിക്കുക. അതുകൊണ്ട് ഉള്ള സമയം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും പാപങ്ങളെ പൊരുത്തപ്പെടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഈ ഇരിക്കുന്ന സമയത്ത്, റമദാൻ യാത്ര പറയുന്ന സമയത്ത് ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സോടെ ഇരിക്കണം. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീനയുടെ മസ്ജിദ് നബിയുടെ മെമ്പറിൽ കയറുമ്പോൾ മുത്തുനബി ആമീൻ എന്ന് പറഞ്ഞു. ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരും മെമ്പറിലേക്ക് കൊണ്ടുപോയില്ലല്ലോ, ആരും അവിടെ ദുആ ചെയ്യുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഒറ്റക്കാണ് മെമ്പറിലേക്ക് കയറിയത്, ഒറ്റക്ക് അവിടെ നിന്ന് ആമീൻ എന്ന് പറഞ്ഞല്ലോ റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആതാനീഹി ജിബ്രീൽ, എന്റെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നതാണ്. ജിബ്രീലിന്റെ 3 ദുആ ഇന്ന് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു പോയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദുആ ചെയ്തത് ജിബ്രീലാണ്, ആമീൻ പറഞ്ഞത് ലോകത്തിന്റെ പ്രവാചകനാണ്. സ്ഥലം മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറാണ്. 100% ഇജാബത്തുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നാശമടയട്ടെ, അവൻ തുലയട്ടെ, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ. എന്താ ഇതിന്റെ അർത്ഥം? കാരുണ്യത്തെ അകന്നു പോവാന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? നമ്മളൊക്കെ സാധാരണ പറയില്ല, അള്ളാഹ് ശപിച്ചു എന്ന് പറയലുണ്ട്. എന്താ ശപിക്കാന്ന് പറഞ്ഞാൽ അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരാണ്. റമദാനിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹ് കൊടുത്തിട്ട് പോലും പാപങ്ങളെ പൊറുക്കപ്പെടാത്ത മനുഷ്യരുണ്ടോ? റമദാൻ നമ്മളൊക്കെ ജീവിച്ചില്ലേ? ഇനി ഒരുപക്ഷെ കാണുന്ന മഗ്രിബ് ശവ്വാലിന്റെ മാസപ്പിറവിയാണെങ്കിൽ അതിനിടയിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ
അള്ളാഹിനോട് മനസ്സിരുത്തി പറഞ്ഞിരുന്നു. നോമ്പ് അല്ല പറഞ്ഞപ്പോൾ ഓഫർ പറഞ്ഞു, പാപം പൊറിച്ചു തരാം. തറാവീഹ പറഞ്ഞപ്പോൾ പറഞ്ഞു, പാപം പൊറിച്ചു തരാം. ലൈലത്തുൽ ഖദറിന്റെ നിസ്കാരം കൊണ്ട് പറഞ്ഞു, പാപം പൊറിച്ചു തരാം. റമദാനിന്റെ ബറക്കത്ത് കൊണ്ടുള്ള പാപങ്ങളെ പുറത്തു തരാം. സൽക്കർമ്മങ്ങളുടെ ആധിക്യങ്ങളെ കൊണ്ട് പാപങ്ങളെ പുറത്തു തരാം. 5 ഓഫറുകൾക്കപ്പുറത്ത് അല്ല പറഞ്ഞു, അള്ളാഹിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അള്ളാഹ്ക്ക് സന്തോഷാണ്. ഇന്നല്ലാഹ യഫ്റഹു തൗബത അബ്ദി. നമ്മൾ ചോദിക്കണം, ഒരു തെറ്റാണ് അള്ളാഹിനോട് ചെയ്തിട്ടാ ചോദിക്കണേ, ആ തെറ്റല്ല മായ്ച്ചു തരാം. കമല്ല ദമ്പല, തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിൽ പുറത്തു തരണേ എന്ന് ചോദിച്ചതിനെ അമലുസ്സാലിഹാത്തിൽ പെടുത്തി കൂലി തരാന്ന് പറഞ്ഞു. ഇതിനേക്കാൾ വലിയ കാരുണ്യവാൻ ആരാ? എന്നിട്ട് നമ്മൾ പറഞ്ഞു, യൻസിലു റബ്ബുന തബാറക വ തആല ഇല സമാഇ ദുനിയ. അത്താഴ സമയത്ത് രാത്രിയുടെ അവസാന 1/3 അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ? ഇജാബത്ത് നൽകാം. ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ? പാപം ഞാൻ പുറത്തു തരാം. ചോദിച്ചോ അള്ളാഹിനോട്? അതുകൊണ്ട് ഈ സെക്കൻഡുകൾ ഇരിക്കും, അള്ളാഹുവേ ഒരെണ്ണം പോലും ബാക്കിയില്ലാതെ പുറത്തു തരണേ എന്നുള്ളൊരു പശ്ചാത്തപിക്കുന്ന മനസ്സോടുകൂടെ അല്ലാതെ ഈ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്ന് പോകുമ്പോൾ നമ്മൾ മടങ്ങാൻ പാടില്ല. പ്രിയമുള്ളവരെ, നോക്ക്, അള്ളാഹ് തരും. അള്ളാഹുവിലുള്ള പ്രതീക്ഷ നമ്മൾ വെക്കേണ്ടത് എവിടെ നിന്നറിയോ? സീറത്ത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥത്തിൽ ഒരാൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, റസൂലേ, ഇസ്ലാം സ്വീകരിച്ച കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടോ? മുത്തനബി പറഞ്ഞു, തീർച്ചയായും. ആ വന്ന മനുഷ്യൻ ഇസ്ലാം പുലുകിയിട്ട് ചോദിച്ചു, ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ചോദ്യം, അൻത വഹ്ശി, നീ വഹ്ശിയാണോ? അറിയില്ലായിരുന്നു റസൂലെ അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണെന്ന്. പാറക്ക് പിന്നിൽ ഒളിച്ചു നിന്നു, നേരിടാൻ ധൈര്യമില്ലായിരുന്നു. അടിമത്തപ്പാളയത്തിന്റെ മോചനങ്ങളെ ഹിന്ദു ഓഫർ ചെയ്തതാണ്. ഹംസ റളിയല്ലാഹു അൻഹു ശത്രുവിനോട് പടപൊരുതി മുന്നോട്ട് വന്നപ്പോ കയ്യിൽ കരുതിയ ചാട്ടുളി അദ്ദേഹത്തിനെ ലക്ഷ്യമാക്കി എറിയുന്ന രംഗം പറയുമ്പോ മുത്ത് റസൂൽ മുഖം തിരിച്ചിട്ട് പറഞ്ഞു, ഹൽ തസ്തതിഅ അൻ തഈബ അന്നി, പറ്റുമെങ്കിൽ എന്റെ മുമ്പിൽ ഒന്ന് വരാതിരിക്കുമോ വഹ്ശി? എനിക്ക് നിന്നോട് വെറുപ്പില്ല. നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരികയാണ്. അന്ന് നാട് വിട്ട വഹ്ശി പിന്നീട് കടന്നു വരുന്നത് യമാമ യുദ്ധത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും വഹ്ശിയാണ്. ഇതെന്തിനാ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്? ആ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പം നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? റളിയല്ലാഹു അൻഹു. വഹ്ശി സഹാബിയ, വഹ്ശി സഹാബിയ. ആ വഹ്ശിക്ക് പുറത്തു കൊടുത്ത അള്ളാഹിനോട് നമുക്ക് പറയാനുള്ളേ, വഹ്ശിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോൾ പറയണം, റളിയല്ലാഹു അൻഹ. സഹാബത്തിന്റെ 12 കാറ്റഗറിയിൽ 10ാമത്തെ ദർജയിൽ കാണാം മക്കം ഫത്തയിൽ ഇസ്ലാം സ്വീകരിച്ച സഹാബ. ആ ഗണത്തിലുണ്ട് ഹിന്ദ് റളിയല്ലാഹു അൻഹ. അവർക്ക് പുറത്തു കൊടുത്ത അള്ളാഹിനോടാണ് നമുക്ക് പറയാനുള്ളേ. ഇല്ലേ പ്രിയമുള്ളവരെ, ഉഹുദിലെ സകലമാന പരാജയങ്ങളെ വിതക്കാൻ മുത്തനബിയുടെ സഹാബത്ത് ഷഹീദായി കിടക്കുമ്പോൾ, മിസ്അബ് ഉമർ റളിയല്ലാഹു അൻഹു നെഞ്ചിനെ തുളയിട്ട് കിടക്കുമ്പോൾ, ശരീരം വികൃതമായി ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്വലിബ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോൾ, യാ അമ്മി യാ ഹംസ യാ സയ്യിദി ശുഹദാ യാ ഹംസ എന്നല്ലാഹുവിന്റെ ഹബീബ് ഒളിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കേ, ആരാ ഈ തന്ത്രം മെനഞ്ഞ് മുത്തനബിയുടെ ശരീരം രക്തത്തിൽ കുളിക്കാൻ തന്ത്രം മെനഞ്ഞതാരാ? മലയുടെ പിന്നിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് തന്ത്രം മെനഞ്ഞ ശത്രുക്കളുടെ സർവ്വസൈന്യാധിപൻ ഖാലിദ് ഇബ്നു വലീദ്, പിന്നീട് മുസ്ലിംകളുടെ പടനായകൻ. പടനയിച്ച ഒരു യുദ്ധത്തിൽ പോലും പരാജയം കണ്ടിട്ടില്ല. പേര് കേൾക്കുമ്പോ പറയണേ റളിയല്ലാഹു അൻഹു. ആ പടച്ചവനോടല്ലേ നമുക്ക് പറയാനുള്ളത്? എന്താ പ്രത്യേകത? പിന്നീട് അവരുടെ ജീവിതം നന്നായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമദാൻ യാത്ര പറയുമ്പോൾ എന്ത് ചെയ്തു എൻ്റെ അമലിന് വേണ്ടി? എത്ര പാപങ്ങൾ എനിക്ക് പൊരുത്തപ്പെടിക്കാൻ സാധിച്ചു? ഇനി ചെയ്തത് അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്കറിയോ? അറിയോ? ഇപ്പോൾ അവസാനാണ്. അൽ അഅ്മാലു ഫി ഖവാതിമിഹ, അമലുകൾ അതിൻ്റെ പര്യാവസാനത്തിലാണ്. അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? വല്ല ഉറപ്പുണ്ടോ നമുക്ക്? വിരിപ്പ് കച്ചവടക്കാരനായ സഹാബിയുടെ വിരിപ്പ് കമ്പോളത്തിലിടുമ്പോഴും അതിന് ന്യൂനതയുണ്ടെന്ന് പറയുമ്പോൾ കരഞ്ഞു പോയത് വിരിപ്പോർത്തിട്ടോ വിലയോർത്തിട്ടോ അല്ല. ഈ എൻ്റെ അമലുകൾ നാളെ അള്ളാഹിന്റെ കോടതിയിൽ ഞാൻ നിവർത്തിയിടുമ്പോ അതിനൊരു പോരായ്മയുണ്ടെന്ന് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞാൽ എവിടെ നിന്ന് കൊണ്ടുവരാനാണെന്ന ഭയം കൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. പറഞ്ഞോ, ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈല റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാം കഅബാലയത്തിന് അടിത്തറവാകുമ്പോ അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട്
നമുക്ക് പറയാം അള്ളാഹിനോട്, സ്വീകരിക്കണേ അല്ലാ നമ്മൾ പറയണം. പ്രിയമുള്ളവരെ, ഒറ്റപ്പെടുന്ന നാളിന് മുമ്പ് ഒന്ന് സ്വരൂപിക്കാനാണ്. ഇന്ന് അവസാന സമയത്ത് നമുക്ക് സുന്നത്തുകളുണ്ട്, പെരുന്നാൾ ദിവസത്തിലേക്ക് ഇനി സുന്നത്തുകളുണ്ട്. ഒക്കെ ചെയ്തിട്ട് എന്തിനെന്നറിയോ, ഈ പറയുന്ന ആൾക്കൂട്ടും ബഹളൊന്നും ഇല്ലാതെ പോകുമ്പോൾ കൊന്നൊരുങ്ങാനാണ്. നമ്മളൊക്കെ വിചാരിക്കണം എന്തെന്നറിയോ, നമ്മളുടെ പേരോ പ്രശസ്തിയോ തറവാട്ടുമയോ ഒന്നും നമ്മളുടെ കയ്യിലില്ലല്ലോ. ഞാൻ എൻ്റെ യാത്രയിൽ ഒരുപാട് ദൂര യാത്രയാണ് ഞാൻ ചെയ്തു വന്നത്. നിങ്ങളാലോചിച്ച് നോക്ക്, ഈ പല ജോലിയുടെ തിരക്ക് കാരണത്താൽ നമുക്ക് ഒരിക്കലും പകൽ സമയങ്ങളിൽ പള്ളികളിൽ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ രാത്രി സമയങ്ങളിലാണ്, ഗവൺമെൻറ് ഓർഡർ ആയതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കേ, ഈ യാത്രയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിതാ ഇങ്ങോട്ട് തിരിക്കാൻ എന്നെ ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് കിട്ടണില്ലെങ്കിൽ സ്വാഭാവികമായി ഞാനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് വിളിക്കും. എന്താ ചോദിക്കുക, ഷാഫി എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും, അല്ലെങ്കിൽ അവിടെ പുറത്തുണ്ടെന്ന് പറയും, ക്ലാസ് എടുക്കുകയാണെന്ന് പറയും, ഒക്കെ പറയാം. നിങ്ങൾ ആലോചിക്കണുണ്ടോ, ഈ യാത്രക്കിടയിൽ അള്ളാഹു എനിക്കൊരു മരണം തന്നാൽ എൻ്റെ പേരെന്ന ലേബിൾ മാറിപ്പോയില്ലേ? പിന്നെ ചോദിക്കണം, ഒരാൾ പോലും ചോദിക്കില്ലല്ലോ ഷാഫി എവിടെയാ, പിന്നെ ചോദിക്കാം മയ്യത്ത് എവിടെയാ, ഏത് ഹോസ്പിറ്റലിലാ, എപ്പോഴാ വരിക, അത്രയേ ഉള്ളൂ. നമ്മളുടെ പേരെന്ന ലേബിൾ പോലും അത്രയേ ഉള്ളൂ. പറന്ന് വീണ നാളെ മുതൽ വാപ്പാന്നല്ലാതെ വിളിച്ചിട്ടില്ലാത്ത മോനും വാപ്പാനെ കുളിപ്പിക്കല്ലേ, വാപ്പാനെടുക്കല്ലേ എന്ന് പറയില്ല, മയ്യത്ത് കുളിപ്പിക്കല്ലേ. നമ്മളുടെ വീട് നമ്മുടേതെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് മുഴുവനും നമ്മുടേതല്ലാതായിത്തീരുന്ന വല്ലാത്തൊരു പ്രതിഭാസമാണ് മരണം എന്ന് പറഞ്ഞാൽ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഒരു മനുഷ്യൻ അയാൾ കഷ്ടപ്പെട്ട് പണിത വീടല്ലേ, ഒരു 2 ആഴ്ച കൂടെ കിടന്നോട്ടെ എന്ന് ഭാര്യ പോലും വിചാരിക്കില്ല. നേരത്തോട് നേരമെത്തിയിട്ടും ആരും മറവ് ചെയ്യണില്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കും, ഇദ്ദേഹത്തെ കൊണ്ടുപോകണം, പ്രശ്നമാണ് ഇല്ലേ? അത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. ഇനി നാട്ടിൽ കുറേ അംഗബലുണ്ടെന്ന് നമ്മൾ വിചാരിക്കാനുണ്ടോ? നമ്മളുടെ മയ്യത്ത് കാണാൻ ഒരു പക്ഷേ നാട്ടിൽ കുറച്ചൊക്കെ വരും. അവർ വന്ന് കഫംപടവ് നോക്കി മുഖങ്ങര നോക്കും, അവർ തിരിച്ചു പോകും. അവസാനം ഈ തുണി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ആൾ ചോദിക്കും, ഇനി ആരെങ്കിലും കാണാണ്ടോ? ഇല്ല, നെടുക്കല്ലേ, പോയിട്ട് വേറെ പണിയുണ്ട്. ഇത്രയേ ഉള്ളൂ. ഖബർസ്ഥാനിക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ മുത്ത് റസൂൽ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീത്. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോ, ഖബറിലൂടെ സ്ഥൈര്യം നൽകാൻ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. ഇന്നതാണ് പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തൊട്ടൊന്നുമില്ല. പക്ഷേ ഏത് ലഫ്ലുകളുമാവാം. നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അതേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താണ്, അത് മതത്തിൽ നമ്മൾ നിയമം വെക്കണേ തുല്യമാണ്. ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഖബറിൽ സ്ഥൈര്യം നൽകാൻ, ഇസ്തിഗ്ഫാർ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകളൊക്കെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് ഇങ്ങനെ ചെല്ലുമ്പോൾ കണ്ണിങ്ങനെ വട്ടടും. എന്തിനെന്നറിയോ, ആരാ നിർത്തണമെന്നറിയാം. നിർത്തിയാൽ പോവായിരുന്നു, തിരക്കുണ്ട്, മക്കൾ മാത്രം അല്പസമയം അവിടെ നിൽക്കും. അത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമ്മൾ ആലോചിച്ചോ, നമ്മുടെ എത്ര വലിയ ഈ ആലുവ ഹൈവേയുടെ ഓരത്തിലൂടെ അലുവ കഷ്ണം മുറിച്ചതുപോലെയുള്ള സമചതുരത്തിലുള്ള ഭൂമി എൻ്റെയാണ് എന്ന് അഹങ്കാരം നടിക്കണം മനുഷ്യന്മാരില്ലേ? സമ്പത്തിലെ മനുഷ്യൻ അവിടെ വല്ലാത്തൊരു അഹങ്കാരത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിലത് വരും. എങ്ങനെയെന്നറിയോ, നമ്മൾ ഉള്ളോനെതാ പറയാ, ഇവിടെയുള്ള അലുവ കഷ്ണം മുറിച്ച പോലുള്ള ഭൂമി എൻ്റെയാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ ഭൂമിക്കും ഒരു അടിയാധാരമല്ലേ? ആ അടിയാധാരത്തിൽ ഒരു ഓണറില്ലേ, പഴയ ഓണർ. നാളെ നമ്മൾ അടിയാധാരത്തിൽ പോകേണ്ടവരാൻ നമ്മളത് ചിന്തിക്കണില്ലേ? ഒരു തോർത്തുമുണ്ട് പോലും എക്സ്ട്രാ, ഒരു സോക്സ് പോലും അഡീഷണൽ ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോകണില്ല. മനുഷ്യനിങ്ങനെ പറയും അതെൻ്റെയാണ്. ഒന്നും ഇല്ലാത്തവൻ എന്താ പറയുന്നറിയോ, എൻ്റെ വല്യപ്പാൻ്റെ കാലത്ത് ഇതൊക്കെ ഞങ്ങളിരുന്നു, പിന്നൊക്കെ പോയതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അഹങ്കാരം പറയാതെ മനുഷ്യൻ്റെ വാക്ക് കടന്നു പോകണില്ല. കാരണം ആ വിഷയത്തിൽ ഇത് അള്ളാഹിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞൊരു മനോഭാവമുണ്ട്. കൃത്യമായി ഈമാൻ മനസ്സിലില്ലെങ്കിൽ കാറൂനിൻ്റെ സമ്പത്ത് കണ്ടപ്പോൾ യലൈതനി, അവർ പറഞ്ഞില്ല ഞങ്ങളായിരുന്നെങ്കിൽ ഏതുപോലെ കാറൂനിന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് അവർ പാവപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ ദുആ ചെയ്യുക, എന്നെ എം എ യൂസുഫലി ആക്കണമെന്നാണ്. കാരണം അവനവൻ്റെ ആവശ്യങ്ങളല്ല ചോദിക്കുക, ഏറ്റവും വലിയ സമ്പത്തിലേക്ക് ഇങ്ങനെ കണ്ടുവെക്കും. ഇനി മനുഷ്യൻ്റെ ഒരു ദുഷ്ടബുദ്ധി അവിടെ വരാമെന്നറിയാം. കുറേ കാലം പ്രാർത്ഥിച്ച് ഉത്തരമില്ലെങ്കിൽ പിന്നെന്താ പറയുക, എം എ യൂസുഫ് അലീനെ എന്നെ പോലെ ആക്കണേ. കാരണം അത്രത്തോളം മനസ്സ് വല്ലാതെ ഇടുങ്ങിയൊരു വിഭാഗമാണ്
മനുഷ്യനൊക്കെ. പക്ഷെ ഈമാനുള്ളവും പതറൂല എന്ന് പറഞ്ഞത് കാറൂനിൻ്റെ ചരിത്രത്തിൽ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അമിതമായി ആഹ്ലാദിക്കുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ സ്വത്തൊക്കെ ഉണ്ടായാലും ഖബറിലേക്ക് ഒരു അഡീഷണൽ സോക്സ് പോലും കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ സാഹചര്യങ്ങളെ. ഇനി നമ്മൾ ആലോചിച്ചൊക്കെ, ജീവിതത്തിൽ പൂർണ്ണമായി നമ്മൾ അങ്ങോട്ട് ഒറ്റപ്പെടുക, ആരും ഉണ്ടാവില്ല. അവിടെ നിന്നങ്ങോട്ട് വേണ്ടത് നമ്മുടെ അമലുകൾ മാത്രമാണ്, അമൽ സ്വാലിഹാത്തുകൾ മാത്രമാണ്. ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണു നട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടിക്കിടക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ റൂഹ് പിടിക്കുന്ന സന്ദർഭമില്ലയോ? കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ വദന്ന അന്നഹുൽ ഫിറാഖ വൽതഫതി സാഖു ബിസാഖ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ. കല്ലാ, വേണ്ടടോ, ഇദാ ബലഅതി തറാഖിയ, റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങുമ്പോ വഖീല മൻ റാഖ, ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്? ചികിത്സ നടത്താൻ ആരുണ്ട്? അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ട്? മന്ത്രം നടത്താൻ ആരുണ്ട്? ലോകത്തോട് വിട പറയുന്ന രംഗമാണ്. എങ്ങനെയെങ്കിലും ഈ ദുനിയാവിലൂടെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ ഒരു സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോ ഇല്ല. അവരുടെ വേർപാടിന്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ, ഈ ലോകത്തോടെ വിട പറയുകയാണെന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളില് വേദന സഹിക്കാൻ വയ്യ. അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത്. ആ വേദന ഇങ്ങനെ കടിച്ചമർത്തുമ്പോ ഒറ്റക്കാണ്, ആരുമില്ല. പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിലാണ് കിടക്കുന്നത്. പൊന്നുമക്കളാണ് ചുണ്ടിലേക്ക് വെള്ളം തൊട്ട് തരുന്നതെങ്കിൽ ഒരാളെ പോലും ആ വേദന ഏറ്റെടുക്കാനില്ല. ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ മാത്രം അറിയില്ലേ? നമ്മൾ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവർ, 50 സൂറത്ത് ഖാഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, കണ്ണിന്റെ മറ അല്ലാഹ് നീക്കിക്കളയുന്ന. നമുക്ക് ഇപ്പം ലിമിറ്റേഷൻസ് ഉണ്ട് കാണാൻ, പരിമിതികളുണ്ട് കാണാൻ, പക്ഷേ ആ മറ അല്ലാഹ് നീക്കിക്കളയുന്ന. അപ്പോൾ നമുക്ക് കണ്ണെത്താ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ കാണുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആ കാഴ്ചകൾ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ ഒറ്റക്കാൻ. ഇന്നതാ മരണത്തിൻ്റെ വേദന എന്ന് പറയാൻ ഖുർആനിലോ ഹദീസിലോ നമുക്ക് അധ്യാപനങ്ങൾ തന്നിട്ടില്ല. ഇന്നതാണ് വേദന എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഉലമാക്കൾ പറയാ, പച്ചയായ ശരീരങ്ങളിൽ 1000 വരുന്ന കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയുണ്ട് മരണത്തിനെന്ന് പഠിപ്പിക്കപ്പെട്ടു നമ്മളോട്. അത്രയുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ചൊക്കെ, ആ വേദന കടിച്ചമർത്തുമ്പോൾ ആരെങ്കിലും ഉണ്ടോ കൂടെ സാന്ത്വനം നൽകാൻ, ആശ്വാസം നൽകാൻ, ഏറ്റെടുക്കാൻ? ഒരാളുമില്ല. നമ്മൾ മാത്രം അനുഭവിക്കുന്ന, അവിടെ വന്ന മലക്കുകളെ നമ്മൾ മാത്രം കാണാൻ. വീട്ടിൽ നിന്ന് മയ്യത്തിങ്ങനെ ഇറക്കിക്കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് നോക്കി ആളുകൾ ഇങ്ങനെ ചോദിക്കും, വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ മൂത്ത മകനുമായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ പറയും. പക്ഷേ പിന്നെ സാമ്പത്തിക ഇടപാടിനെ മൂത്ത മോനായിട്ട് ബന്ധപ്പെടുക, വാക്കാലോ പ്രവർത്തിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കുക. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ച് നോക്കേ, നമ്മൾ ഇടപെട്ടവരൊക്കെ അവിടെ വരുമോ പൊരുത്തപ്പെടിക്കാൻ? അതുപോലെ തന്നെ ആരെ ഏറ്റെടുത്താലും നമുക്ക് ആ ബാധ്യത വീഴണമെന്നില്ല കേട്ടോ. ആരെ ഏറ്റെടുത്താലും വീടില്ല, കൊടുത്തു വീട്ടിയാലല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാധ്യതകളൊക്കെ തീർത്തു തരട്ടെ. നമ്മൾ അള്ളാഹിനോട് പ്രതീക്ഷയോടുകൂടെ പറയാം അല്ലേ, പർവ്വതം കണക്ക് കടങ്ങളുണ്ടെങ്കിലും പഞ്ഞിമുട്ടായി വായിലിട്ട പോലെ ഒരുക്കിക്കളയാൻ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഹറാമിലേക്ക് സഞ്ചരിക്കാതെ ഹലാലിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക. അല്ലാഹു തആല മാറ്റിത്തരും, അതിലൊന്നൊരു സംശയവുമില്ല. അല്ലാഹു തആല നമ്മുടെ ബാധ്യതകളൊക്കെ തീർത്തു തരട്ടെ. കാരണം കുറച്ച് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ മറമാടപ്പെട്ട ആളെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യമാണ് അൽ ആന ബറദത് ജുലൂദുഹുന്ന. അതായത് ഖത്താദ റളിയല്ലാഹുവിനെ ഏറ്റെടുത്തൊരു കടം റസൂൽ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കടന്നു വന്നതാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഹൽദല്ല അലാ സാഹിബിക്കും ദൈന, നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടമുണ്ടോ? ചെറിയൊരു കടമുണ്ട്.
മുത്തുനബി വെച്ച കാലം പുറകോട്ട് വെച്ചിട്ട് പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ തന്നെ നിസ്കരിച്ചോളാം, ഞാനില്ല സഹാബ. ഖത്താദ റളിയല്ലാഹു അൻഹു കൈകൊണ്ട് തടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം നബിയെ. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞു, സൂക്ഷിക്കണേ, നിന്റെ മേലാണ് ബാധ്യത. അടുത്ത ദിവസം ചോദിച്ചു, ഖത്താദ കടം വീട്ടിയോ? ഖദ്മാത്ത അംസി, ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ നബിയെ, സൂക്ഷിക്കണേ, നിന്റെ മേലാണ്. അടുത്ത ദിവസം വീണ്ടും ചോദിച്ചു, ഖത്താദ കടം വീട്ടിയോ? ഞാനത് വീട്ടി റസൂലെ. അപ്പോഴാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ തൊലി കബറിൽ തണുത്തു പോയതെന്ന്. അള്ളാഹു ചാര നമ്മുടെ ഒക്കെ ബാധ്യതകളെ തീർത്തു തരട്ടെ. മനുഷ്യനാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്, അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമ്മളൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു പ്രവർത്തിക്കണതിന് വേണ്ടിയിട്ട് അലസരായിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ആ വീട്ടിൽ നിന്ന് മയ്യത്ത് ഇങ്ങനെ ഇറക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുത്തനബി കളവ് പറയാത്ത ലോകത്തിൻ്റെ മുത്തനബി പറയാ, മനുഷ്യർ പുരുഷന്മാർ അവരുടെ ഷോൾഡറിൽ മയ്യത്ത് വെക്കുമ്പോ സ്വാലിഹായ മയ്യത്ത് പറയുന്നുണ്ട്, കദ്ദിമോനി, എന്നെ നിങ്ങൾ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. പക്ഷെ നരകാവകാശിയാണെങ്കിൽ അവിടെ നിന്ന് ബലപിക്കുന്നുണ്ട്, യാ വൈലഹാ ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? വാപ്പാന്റെ നിലവിളി കേൾക്കാൻ കഴിയില്ല. കരയണ്ട വാപ്പാ, ഞാനില്ല കൂടെ എന്ന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പോലും സാധ്യമല്ല. ആരും അറിയണില്ല, പൊന്നുമാക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയില്ല. നമ്മളവിടെ ഒറ്റക്കാണ്. കൊണ്ടുപോയി കബറി വെക്കുമ്പോൾ ജീവിതത്തിൽ കളവ് പറയാത്ത മുത്തനബി പറഞ്ഞു, കബറ് വല്ലാതെ എടുക്കുന്ന ഒരാൾ പോലും രക്ഷപ്പെടൂല. ഒരു കുട്ടി പോലും രക്ഷപ്പെടൂല. പ്രിയമുള്ളവരെ, ബദറിലും ഉഹുദിലും ഖന്തഖ് യുദ്ധത്തിലും പങ്കെടുത്ത മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിലെ ഖന്തഖ് യുദ്ധത്തിൽ ഇബ്നു അറഖ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത അമ്പതന്റെ മുറിവിൽ തട്ടിയിട്ടാണ് മരണകാരണമായ രോഗമുണ്ടാകുന്നതെങ്കിൽ മസ്ജിദുൻ നബവിയുടെ ഓരത്തിലൂടെ ടെന്റ് കെട്ടി പരിചരിക്കുമ്പോ ഒരു ദിവസം അസ്ർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ലോകത്തിന്റെ പ്രവാചകൻ കാണുന്നത് ആട് ചാടി ആടിന്റെ കുളമ്പ് തന്നെ മുറിവിൽ തട്ടി രക്തം വാർന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ്. അന്ന് മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാന്റെ മലക്കുകൾ സഫായി കാത്തു നിന്നത് സഅദ് ഇബ്നു മുആദിന്റെ റൂഹിനെ കൊണ്ടുപോകാനാണെങ്കിൽ അള്ളാന്റെ അർശ് പോലും കിടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സഅദ് ഇബ്നു മുആദിന്റെ ജനാദ ഖബറിലൂടെ വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബർ വല്ലാതെ ഇടുക്കി കളഞ്ഞു എന്നാണ്. സഅദ് ഇബ്നു മുആദ് ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നല്ലോ. അതാണ് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെ ഒറ്റപ്പെടാൻ ജീവിതത്തിൽ. അതിനു മുമ്പ് നമുക്കൊന്ന് സ്വരൂപിക്കാളെ ആരുണ്ടാവില്ല. കൊണ്ടുപോയി ഖബറിൽ മറമാടി ഓരോ കല്ല് വെക്കും തോറും ഇരുട്ട് വീഴുന്ന ഖബറിൽ അവസാനത്തെ കല്ല് വെക്കുന്നതോടുകൂടെ കുറ്റാക്കൂരിരുട്ടായി മാറുമ്പോൾ അവിടെ മണ്ണും കളച്ചും മൂടിയ ആളുകളൊക്കെ തിരിച്ചു പോരുമ്പോൾ നമ്മൾ ഒറ്റക്കാൺ. അള്ളാന്റെ മലായിക്കത്തുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ ഒറ്റക്കാൺ. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത്, ഖറഅനി ആൽ, പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദം അള്ള കേൾപ്പിക്കും. പിന്നെ അതിൽ അപ്പീലില്ല, അള്ള കേൾപ്പിക്കും. എന്തിനാണ്? ഞാനിവിടെ എന്നെ ഒറ്റക്കാക്കി എല്ലാവരും ഇവിടെ പറയുകയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, ഒരവസ്ഥ ഉണ്ടല്ലോ, ആരാ നിൽക്കുക? നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പോവും. വേണമെങ്കിൽ പ്രിയപ്പെട്ട മക്കൾ മാത്രം കുറച്ച് അവിടെ നിൽക്കും. ഇവിടെ ചങ്ങനകുളത്തിൻ്റെ പള്ളി ജുമാക്ക് വരുന്ന നമ്മുടെ സുഹൃത്ത് ചെറുപ്പക്കാരനാണ്. ഷാർജയിൽ വെച്ച് അള്ളാൻ്റെ വിളിക്കുച്ചരം നൽകി പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ജനാസ മറവ് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ഒരു ചെറിയൊരു മോന് 6-7 വയസ്സേ പ്രായം ഉണ്ടാവുള്ളൂ. ആ കുട്ടി മാത്രം, എല്ലാവരും പോരുമ്പോഴും അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ ആളുകളൊക്കെ പോരുമ്പോൾ കുട്ടി മാത്രം അവിടെ, അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, ഉമ്മ പറഞ്ഞ് ഉപ്പാൻ്റെ അടുത്ത് കുറച്ച് നേരം കൂടെ നിന്നിട്ട് വന്നാൽ മതിയെന്ന് ഉമ്മ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പ്രാർത്ഥിച്ച് നിന്നാണ്. ചെറിയൊരു മോന്. നമ്മൾ ആലോചിച്ചൊക്കെ, അത് മക്കളും ബാപ്പയും തമ്മിലുള്ളൊരു വൈകാരികത. അല്ലാഹു തആല നാളെ സ്വർഗത്തിലെ കുടുംബസമേതം ഒരുമിച്ച് തരാൻ ആ കുടുംബത്തിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കേ, മക്കൾ നിൽക്കും കുറച്ച്, അത് കഴിഞ്ഞാൽ അവരും പോകും. പിന്നെ നമ്മളവിടെ ഒറ്റയ്ക്കല്ലേ.
അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ആ ഖബറിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ, ഒറ്റപ്പെടുന്ന ഖബറിൽ എനിക്ക് രക്ഷപ്പെടാൻ എന്തുണ്ടാവുമെന്നറിയും. നിങ്ങൾ നോക്കേ, പതിവ് പോലെ പ്രവാചകൻ്റെ ക്ലാസ് നടന്നു. അള്ളാൻ്റെ ഹബീബ് പള്ളിയിലൊന്നല്ല, ബക്കീൻ്റെ ഖബർസ്ഥാനില്ല. അവിടെ സ്വഹാബത്തിന് വേണ്ടി ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു ജനാസ മറവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ റൂഹ് പിടിക്കുന്ന സാഹചര്യം പറഞ്ഞു, സത്യവിശ്വാസിയുടെ ലോലത പറഞ്ഞു, നരകാവകാശിയുടെ കാഠിന്യങ്ങളെ പറഞ്ഞു. സ്വഹാബത്ത് വല്ലാതെ തരിച്ചുപോയി. കാരണം നരഞ്ഞ പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ ഇരുമ്പിൻ്റെ കൊളുത്ത് പറിക്കണ പോലെയാ റൂഹ് പിടിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൻ്റെ ഭയാനകതകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു നമ്മളോട്. എന്താണെന്നറിയോ? ആ ഖബറിനെ അല്ലാഹ് എടുക്കുമ്പോൾ, ആ ഖബറിനെ കുറ്റക്കൂരിലിട്ടാക്കുമ്പോൾ, ആ ഖബറിലേക്ക് നരകത്തിന്റെ കമാനം തുറക്കുമ്പോൾ, ആ ഖബറിൽ പേടിപ്പെടുത്തുന്ന രൂപം വരുന്നത് നരകാവകാശിക്കാണെങ്കിൽ ജീവിതത്തിൽ അമലു സ്വാലിഹാത്ത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചവരെ അള്ളാഹു ഖബറിനെ വിശാലമാക്കി കൊടുക്കുമെന്നാണ്. ഖബറിനെ വിശാലമാക്കി കൊടുക്കുകയാണ്, പ്രകാശപൂരിതമാക്കുകയാണ്. സ്വർഗത്തിന്റെ കമാനങ്ങളെ അള്ളാഹു ഖബറിലേക്ക് തുറന്നിട്ട് കൊടുക്കുകയാ. ആ ഖബറിലേക്ക് ഒരു സുന്ദരമായ രൂപം വരുന്നുണ്ട്. ഹുസ്നുൽ വജ്ഹി വ ഹുസ്നുസ് സിയാബ്, നല്ല സുന്ദരമായ മുഖമാണ്, മനോഹരമായ വസ്ത്രം ധരിച്ചിട്ടുള്ള ആളാണ്. ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മന്നന്ത, നീ ആരാണ്? അമലുക സ്വാലിഹ്, നീ ചെയ്ത സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്. ആ മനുഷ്യൻ ഖബറിൽ ഒറ്റപ്പെടുന്നില്ല. അമലു സ്വാലിഹാത്ത് ചെയ്ത മനുഷ്യൻ ഖബറിൽ ഒറ്റപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെ അമല് ചെയ്ത് എൻ്റെ ഖബറിൽ നിബിഡമാക്കാൻ ഇനി ഒന്നുകൂടെ നമ്മൾ ആലോചിക്കണം. ഈ ജീവിതം എന്നുള്ളത് അള്ളാഹിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എന്താ എൻ്റെ അമലിലുള്ളതെന്ന് ഇത് ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്ന ഒരു വാക്കല്ലല്ലോ, ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചതല്ലേ. ഹാസിബു അൻഫുസക്കും ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യുക. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഓരോ ദിവസം കിടപ്പറയിലെത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്ന് എത്ര നന്മയുണ്ട്, എത്ര തിന്മയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ തിന്മകൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം. രാവിലെ കിട്ടിയാൽ അൽഹംദുലില്ലാ, ഒരു ദിവസം കൂടെ കൂടുതൽ കിട്ടിയല്ലോ എന്ന ചിന്തയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതെല്ലാം ഒന്ന് മരണപ്പെടുകയാണെങ്കിൽ ആ തൗബയിലായി ഇസ്തിഗ്ഫാറിലായിട്ട് മരിക്കാൻ നമുക്ക് സാധ്യമാവണം. ആ രീതിയിൽ ദിവസം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, എൻ്റെ നന്മകൾ എത്രയാ, എൻ്റെ തിന്മകൾ എത്രയാ. നന്മകളല്ല സ്വീകരിക്കും, തിന്മകളല്ല പൊരുത്തപ്പെട്ടു തരും. ചെറിയൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നാളെ മഹ്ശറിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെടുന്ന രംഗം പറയുന്നുണ്ട്. മഹ്ശറിൻ്റെ ഹദീസ് പറയുന്നിടത്ത് കാണാം, ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് മനുഷ്യരിങ്ങനെ നടന്നു നീങ്ങാൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് അവർ പറയും, ഞങ്ങൾ തന്നെ ആകെ പേടിച്ചിട്ടാണ്, നിങ്ങൾ അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് പോകൂ. ആ യാത്രയിൽ നമ്മൾ എത്തുന്നുണ്ട്. എവിടെ? അവിടെ നിന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പില് മൂസാ നബി പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നീ ഖതൽതു നഫ്സൻ ലം ഉമർ ബിഖത്ലിഹാ, കൊല്ലാൻ അല്ലാഹ് അനുവാദം നൽകാത്തൊരു ശരീരത്തെ ഞാൻ കൊന്നുകളഞ്ഞവനാണ്. എന്റെ റബ്ബനോട് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് പോകണേ. എന്താ പറഞ്ഞത്? അള്ളാഹ് കൊല്ലാൻ അനുവാദം നൽകാത്തൊരു ശരീരത്തെ കൊന്നു. ആരെയാ കൊന്നേ? കിബ്തി വംശജനെ കൊന്നതാ. ഫിറൗന്റെ ആളാണ്. അയാൾ ചെയ്ത അന്യായത്തെ തടുക്കുമ്പോൾ അബദ്ധത്തിൽ നടന്ന കൊലപാതകമാണ്. ആ കൊലപാതകത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത്, മൂസാക്ക് ഞാൻ പുറത്തു കൊടുത്തു എന്നാണ്. കഴിഞ്ഞു, പുറത്തു കൊടുക്കപ്പെട്ടതാണ്. അള്ളാഹ് ദുനിയാവിലെ പുറത്തു കൊടുത്തൊരു പാപത്തിന്റെ പേരിൽ നാളെ പരലോകത്ത് മൂസ അലൈഹിസ്സലാം ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ പാപം അള്ളാഹ് പുറത്തു തന്നോ ഇല്ലേ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ല. ഇതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ആഖിറത്തിലേക്ക് പോവാം? അങ്ങനെ ഭയം. ഇനി നമ്മൾ ആലോചിക്കുക, ഇത് കൊണ്ടുപോയി വെക്കണ്ട അള്ളാഹിൻ്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി. അതിൽ ചില ഭയപ്പെടാൻ ചില സാഹചര്യങ്ങൾ മാത്രം. ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മളുടെ ആയുസ്, ആരോഗ്യം, ഒഴിവ് സമയം ഒക്കെ അള്ളാഹ് ചോദിക്കും. എന്താ അള്ളാഹിനോട് പറയാം? നമ്മൾ ഒഴിവ് സമയങ്ങളിലാണ് മനുഷ്യ കൂടുതൽ തിന്മയിലേക്ക് പോവുക. എന്തിനാ നമ്മൾ വിനിയോഗിച്ചത്? അള്ളാഹിനോട് എന്ത് പറയും? ഈ ജീവിതം അള്ളാഹിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ഭയമുണ്ടാകേണ്ടത് ഈമാൻ്റെ ഭാഗമാണ്. ഭയത്തോടെ വേണം ജീവിക്കാൻ. നിങ്ങൾ നോക്കിയ നാളെ സ്വർഗത്തിൽ അള്ളാഹ് കൊട്ടാരം പണിത് കാത്തിരിക്കുന്ന, സ്വർഗീയ കവാടത്തിൽ ആദ്യമായി വന്നു നിൽക്കുന്ന, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോലും ഞാനാണെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുച്ച നബി ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറയാ, അബ്ദുല്ലാ, എനിക്കൊന്ന് ഖുർആൻ ഓതി തരൂ. റസൂലേ, ഈ ഖുർആൻ അങ്ങേക്ക് അവതീർണമായതല്ലേ, മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ,
ഓതി ഓതി ഞാൻ ഇതുവരെ എത്തുമ്പോ വല്ലാത്തൊരു തേങ്ങൽ കേട്ടുകൊണ്ട് എന്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുല്ലാ. ഏതാണ് ആയത്തെന്നറിയോ? 4-ാം അധ്യായത്തിന്റെ 51-ാമത്തെ ആയത്തില് ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമുദായത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ റസൂലേ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അള്ളാന്റെ ഹബീബ് തകർന്നു പോവുകയാണ്. എന്താ പറഞ്ഞത്? നാളെ പരലോകത്ത് റസൂലുള്ളാഹിനെ സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തായിരിക്കും? മുസ്നബി പേടിച്ചു. നമ്മുടെ മനസ്സിൽ ആ പേടി വരണില്ല. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന മഹാരഥനായ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ സാഹിബ് എന്ന ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത സഹാബി, മൺകട്ട കയ്യിലെടുത്തിട്ട് പറഞ്ഞു, യാ ലൈതനി കുൻതു ഹാദിഹി തിബ്ന. ഇതുപോലൊരു മൺകട്ട ഞാനായിരുന്നെങ്കിൽ അള്ളാഹിന്റെ വിചാരണ എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ. മരച്ചില്ലകളിൽ പാറിക്കളിക്കുന്ന പക്ഷികളെ കണ്ട് പറഞ്ഞു, നിങ്ങൾ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നു, ഞാനും ഒരു പക്ഷിയാണെങ്കിൽ അള്ളാഹിന്റെ വിചാരണ നേരിടേണ്ടി വരില്ലല്ലോ. ഭയമുണ്ട് അവർക്ക്. മദീനത്തെ മിമ്പറിൽ മുത്തുനബി പറഞ്ഞു, സ്വർഗത്തിൽ അതിമനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായൊരു വെള്ളക്കൊട്ടാരം കാണിക്കപ്പെട്ടു. ആരുടേതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഉമറിനുള്ള കൊട്ടാരമാണ്. എൻ്റെ ഉമർ ഒരല്പം ഉയരത്തുള്ള ആളാണ്, ദേഷ്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ കൊട്ടാരത്തിൽ കയറാൻ എനിക്ക് മോഹം തോന്നിയിട്ട് പോലും ഞാൻ കയറിയില്ല. ഉമറിന് അത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയെന്ന. ഇത് പറയുമ്പോൾ 1-ാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകൾ ഉയർത്തി ചോദിക്കുന്നുണ്ട്, ആറു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയേ? അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ റസൂലേ? അല്ലേ? ആ കൊട്ടാരം ഉറപ്പുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദുൽ മിഹ്റാബാൻ, മിഹ്റാബിന്റെ രക്തസാക്ഷിയാണ്. ഫൈറൂസ് അബൂലുലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യൻ ഇരുതല മൂർച്ചയുള്ള കടാര 7 തവണ വയറ്റിൽ പ്രഹരിച്ച് കുടൽമാല മുറിഞ്ഞ്, നിങ്ങളിതൊക്കെ പാല് കൊടുത്താലും മുന്തിരിനീര് കൊടുത്താലും വെള്ളം കൊടുത്താലും കുടലിലൂടെ പുറച്ചേക്കാം. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇങ്ങനെ രക്തം വാർന്ന് കിടക്കുന്ന സന്ദർഭങ്ങളിൽ സമാധാനിപ്പിക്കാൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ, വല്ലാത്തൊരു വിഷയമാണ് കേട്ടോ. റളിയല്ലാഹു അൻഹു അന്ത്യനിമിഷങ്ങള് അതൊരു വിഷയമാണ്, വല്ലാത്തൊരു വൈകാരിക വിഷയമാണ്. ഒരു മരണത്തിന്റെ ഓരോ സെക്കൻഡിലും ഗുണപാഠം വെച്ച് ലോകത്തോട് വിട പറഞ്ഞ ധീരനായ ഒരു സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിബുശ്റാ ബിസുഹ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹവാസം കൊണ്ട് താങ്കൾക്ക് സന്തോഷിക്കാലോ ഉമറേ. ആദ്യ കാലഘട്ടങ്ങളിൽ ദീനിനെ സഹായിച്ച ആളെ താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് 2 ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹിന്റെ മുത്ത് റസൂൽ വിട പറയുമ്പോ അങ്ങയെപ്പറ്റി തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും ആഖിറത്തിലെ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റുമ്പോ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായോട് ചോദിക്കുന്നുണ്ട്, മോനെ വാപ്പ എവിടെയാണ് കിടക്കുന്നത്? വാപ്പ എന്റെ മടിത്തട്ടിലാണ്. വാപ്പാന്റെ മുഖമെടുത്ത് മണലിലേക്കൊന്ന് കിടത്തുമോ മോനെ? ഈ രക്തം വാർന്ന ഉമറിന്റെ അവസാന നിമിഷങ്ങളിലെ കിടത്തം കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയില്ലല്ല ഇളവ് തന്നാലോ, പരലോകത്ത് റബ്ബെനിക്ക് റഹ്മത്ത് തന്നാലോ? ആരാ ചോദിക്കണേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ആ ഭയന്റെ നമ്മളിൽ വരാത്ത മലക്കുകൾ പോലും ലജ്ജിച്ച മഹാൻ, സ്വർഗത്തിന്റെ അവകാശി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരഞ്ഞിരുന്നു. നമുക്ക് ആ ഭയം വരണില്ല. നമ്മളെവിടെയാണ്? നമ്മളുടെ ഈമാൻ എവിടെയാണ്? നമ്മൾ പരിശോധിക്കാം. അതൊക്കെ പരലോകത്തിലേക്ക് ചിന്ത വരുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഭയപ്പാടുകളാണ്. പ്രിയമുള്ളവരെ, ഇതുവരെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇനിയുള്ള സമയമെങ്കിലും ഒരു ശ്രദ്ധ ചെലുത്താൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദ് നബിയുടെ ഓരത്തെ ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലം. രാത്രിയെ 3ആയി പകുത്തു വെക്കും. ഒരു ഭാഗം റസൂലിൽ നിന്ന് പഠിച്ചത് ഹിഫ്ള് ചെയ്യും, ഒരു ഭാഗം മാത്രം വിശ്രമിക്കും, ഒരു ഭാഗം അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കും.
അങ്ങനെ ജീവിതം മുഴുവൻ കഴിച്ചു പൊട്ടിയ, സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഭക്ഷണമില്ലാതെ ബോധം പോലും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണേ. അങ്ങനത്തെ മഹാരഥനായ സഹാബി, നിങ്ങൾക്കറിയാം, ലോകത്തോട് വിട പറയുമ്പോൾ സങ്കടപ്പെട്ടത് എന്തിൻ്റെ പേരില? അസ്സഫറു തൊവീൽ, യാത്ര എനിക്കൊരുപാടുണ്ട്, എൻ്റെ കബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗനരകങ്ങളുടെ ദൂരം ഒരുപാടാണ്, പക്ഷെ വസാദു ഖലീൽ, എൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് അധികമൊന്നും സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ കയ്യിലെ വിഭവങ്ങൾ കുറച്ചേ ഉള്ളൂ എന്നാ. ഈ പള്ളിയുടെ മെമ്പറിൽ ഇന്ന് നമ്മൾ നടത്തുന്ന വിജ്ഞാനവേദിയിൽ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് വന്നൊരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് പുണ്യമൊഴുകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാ നമ്മൾ. എന്നിട്ട് നോക്കേ, അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പോലും നമ്മൾ ആലോചിച്ച് നോക്ക്, ആ ഒരു ഭയം അവരിലൂടെ കടന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആലോചിക്കണം. ഉള്ള സമയം, ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഒരുക്കി വെക്കാൻ. മദീനയുടെ ബക്കയിൻ്റെ ഖബർസ്ഥാനിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവർ വിവാഹം കഴിച്ചിരിക്കുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റുള്ളവർ വിവാഹം കഴിച്ചിരിക്കുന്നു, സമ്പന്നരെ നിങ്ങളുടെ സമ്പത്ത് ഓഹരി വെക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയാൻ, അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അവരെന്താ പറയാന്നറിയോ? ഞങ്ങൾ ആർജിച്ചെടുത്ത തഖ്വയും നേടിയെടുത്ത അമലുകളുമല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു എന്ന സമാനമായൊരു സംഭവം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതേ ഖബർസ്ഥാനിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, യാ അയ്യത്തുഹൽ മഖാബർ, അല്ലയോ ഖബർസ്ഥാൻ, കം ഫീക മിൻ ഖരീബ്, എൻ്റെ എത്ര അടുത്ത ബന്ധുക്കൾ നിന്നിലുണ്ട്, വകം ഫീക മിൻ ഹബീബ്, എൻ്റെ എത്ര പ്രിയപ്പെട്ടവർ നിന്നിലുണ്ട്, അയ്യത്തുഹൽ മൗത്ത്, അല്ലയോ മരണമേ, മാദാ ഫഅൽസ്, നീ അവരെ എന്താ ചെയ്തത്? അക്കൽത്തുൽ ഐനൈൻ, അവരുടെ കണ്ണുകളെ ഞാൻ തന്നു, അക്കൽത്തുൽ ഖദ്ദൈൻ, അവരുടെ കവിൾത്തടങ്ങളെ ഞാൻ തിന്നുപോയി എന്ന് അവർ പറയുമെന്നാൽ പ്രിയമുള്ളവരെ, വേറൊന്നുമില്ല, ഖബറിൽ ആദ്യം അഴിഞ്ഞു പോകുന്നത് കണ്ണാണ്, പിന്നെ അവൻ്റെ വയറുകളാണ്, അവൻ്റെ ഗുഹ്യഭാഗങ്ങളാണ്. ഈ മൂന്നിനും വേണ്ടിയിട്ടല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ തെറ്റുകളെ ചെയ്ത ജീവിത ലോകത്ത് കണ്ടാസ്വദിക്കാൻ, വയറിൽ നിറക്കാൻ, അധാർമിക മേഖലകളിൽ അപകടകരമായ ലൈംഗികതകളിൽ സഞ്ചരിച്ചത് അവൻ്റെ ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ഇതൊക്കെ പെട്ടെന്ന് തീരും. രക്ഷപ്പെടാൻ ഒരു ശ്രദ്ധയുണ്ടാവണേ. ഈ റമദാൻ വിട പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാറോടെ ഉള്ള അമലുകളെ സ്വീകരിക്കാൻ, പ്രാർത്ഥന മനസ്സോടെ ഇതിൻ്റെ അവസാന സെക്കൻഡുകളെ ചെലവഴിക്കാനും, അതോടൊപ്പം തന്നെ ഈ തഖ്വ നിലനിർത്താനുള്ള ഒരു 5 മെഡിസിൻസ് മാത്രം പറഞ്ഞിട്ട്, ഇൻഷാ അല്ലാഹ്, എൻ്റെ വാക്കല്ല കേട്ടോ, പണ്ഡിതന്മാർ പറഞ്ഞ വാക്കാണ് മരുന്നുകളെന്ന്, അത് മാത്രം ഞാനൊന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാൻ. 5 കാര്യം മനസ്സിലുണ്ടാവണേ. 1, തിലാവത്തുൽ ഖുർആൻ ബിത്തദബ്ബുരിൽ മഅന, ആശയങ്ങൾ അറിഞ്ഞ ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവുക. നോർമലി നമുക്ക് ഖുർആൻ നേർക്ക് നേരെ പാരായണം ചെയ്യാം, ഹിഫ്ളുകളെ പാരായണം ചെയ്യാം. മറ്റൊരു പാരായണമുള്ളത് അർത്ഥമറിഞ്ഞിട്ടാണ്. ഈ 2 പാരായണങ്ങൾക്കും പുറമെ ആശയങ്ങൾ അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാവും. ദിവസവും അത് പതിവാക്കുമ്പോൾ തഖ്വ നിലനിർത്താൻ നമുക്ക് കഴിയും. 2ാമത്തെ വിഷയം അൽ ബത്നുൽ ഖാലി എന്ന കാലി വയറുകൾ ഉണ്ടാക്കണം, അഥവാ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കണം. ഈ റമദാൻ കഴിഞ്ഞാൽ ഷവ്വാലിലെ 6 നോമ്പ്, തിങ്കൾ വ്യാഴം, എല്ലാ മാസം 13, 14, 15, മുഹറം 9, 10, ഇങ്ങനെ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുമ്പോൾ തഖ്വ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. 3ാമത്തെ വിഷയം ഖിയാമുൽ ലൈൽ, രാത്രിയിലെ നിസ്കാരം. അത്താഴ സമയത്തൊക്കെ നമ്മൾ എണീറ്റ് ശീലിച്ച ആളുകളല്ലേ, നമുക്ക് പതിവായി ചെയ്യുന്നതാണ് അതുവം ഹുവൈങ്കല്ല, എത്ര കുറഞ്ഞാലും പതിവായി ചെയ്യുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമുക്ക് 11 പറ്റോ, 7 പറ്റോ, 5 പറ്റോ, ഒന്നും അല്ലെങ്കിൽ അകലയും കാഫറൂനും ഇഖ്ലാസും ഒരു 3 റക്അത്ത് പതിവായി ചെയ്യാൻ പറ്റുമോ, അത് പതിവാക്കുക. 4ാമത്തേത് വത്തദർറു ബിസ്സഹർ, അത്താഴ സമയത്ത് അള്ളാഹിനോട് കേണപേക്ഷിച്ച് പറയുക. എന്ന് പറഞ്ഞാൽ അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമല്ലേ, നമ്മളിപ്പോൾ അത്താഴത്തിന് വെച്ച അലാറം ഇനി മാറ്റണ്ട, ചേഞ്ച് ചെയ്യേണ്ട. ആ സമയത്ത് എണീക്കുക, ഒരു 3 റക്അത്തെങ്കിലും പതിവായി നിസ്കരിക്കുക. അള്ളാഹിനോട് സ്ഥിരം പറയുന്ന, അള്ളാഹിനോട് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക, തഖ്വ നിലനിർത്തും. 5ാമത് വേണ്ടത് വമജാലിസത്തു സ്വാലിഹീൻ, നല്ല ആളുകളോടുള്ള സഹവാസം ഉണ്ടാവണം. കാരണം എന്തുകൊണ്ടെന്നറിയും, നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ തിന്മയിൽ മുഴുകുന്ന, അപ്പോൾ ഫിലിമുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടിയിരുന്ന് എന്താ ചർച്ച ചെയ്യുക? അവർക്ക് ഫിലിമായിരിക്കും അവരുടെ വിഷയം, അല്ലേ? മദ്യപാനികളായ ആളുകൾക്ക് അതിൻ്റെതായിരിക്കും ചർച്ച, അവർ പങ്കിട്ടെടുക്കലും വെള്ളടിക്കലായിരിക്കും അവരുടെ ചർച്ച ഉണ്ടാവുക. ഡ്രഗ്സിൻ്റെ ആളുകളാണെങ്കിൽ അതിൻ്റെ ഭാഷകൾ വെച്ചുള്ള ചർച്ചകളായിരിക്കും. ദീനിൻ്റെ ആൾക്കാരാണെങ്കിലോ നമ്മൾ ആലോചിച്ചൊക്കെ അള്ളാഹിൻ്റെ പള്ളി പരിപാലിക്കേണ്ട കാര്യം, അമലുകളുടെ കാര്യം, പ്രബോധനത്തിൻ്റെ കാര്യം, ദാവത്തിൻ്റെ കാര്യങ്ങൾ, നല്ല ചർച്ചകൾ, സ്വഹാബത്തൊക്കെ വരുമ്പോൾ ഒന്ന് കൂടിയിരിക്കും, നമുക്കൊന്ന് ഈമാൻ കൊള്ളാം എന്ന് പറയുന്ന ഒരു ശൈലി. അപ്പോൾ നമ്മളുടെ തഖ്വ നിലനിർത്തി പോകാൻ സാധിക്കും. മറ്റെന്താ വെച്ചാൽ ഹൃദയം കടിച്ചു പോകും, നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ദീന് നഷ്ടപ്പെട്ടു പോകും, ഭൗതികതകൾ കൂടി വരുമ്പോൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ 5 മെഡിസിൻസ് എന്ന് പറഞ്ഞതിനെ നമ്മൾ പാലിക്കുക. 1, അർത്ഥമറിഞ്ഞ ഖുർആൻ പാരായണം.
2 സുന്നത്ത് നോമ്പുകൾ, 3 രാത്രി നമസ്കാരങ്ങൾ, 4 അത്താഴ സമയങ്ങൾ റബ്ബിനോട് കേടപേക്ഷിച്ച് പറയൽ, 5-മതായി നല്ല ആളുകളുള്ള സഹവാസങ്ങൾ, അത്രയും മുൻനിർത്തി പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവെ, കത്തിയാടുന്ന നരകത്തിൻ്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റല്ലേ അള്ളാഹ്. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ അമലുകളെ നീ കബൂൽ ചെയ്യണേ അള്ളാഹ്, സ്വീകരിക്കണേ അള്ളാഹ്. ലോകത്തിൻ്റെ നാനാദിക്കളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സമാധാനത്തിൻ്റെ കരങ്ങൾ നീട്ടണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا. ربنا تقبل منا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.